നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ആശ്വാസവും ആശങ്കയും. സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതിന്റെ ആശ്വാസത്തിനിടയിലും വിമത ഭീഷണിയുടെ ആശങ്കയിൽ കോൺഗ്രസ്. ടിക്കറ്റ് കിട്ടാത്ത നേതാക്കൾ കൂട്ടത്തോടെ വിമതപക്ഷത്തേക്ക്. മതിയായ പരിഗണന ലഭിച്ചില്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന നിലപാടിൽ ഉറച്ച് INTUC. UDF സീറ്റ് വിഭജനം ഇന്നലെ പൂർത്തിയായത് കാഞ്ഞങ്ങാട്, കല്യാശ്ശേരി, പയ്യന്നൂർ സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട്. മൂന്നിടത്തും പൊതുസമ്മതരായ സ്വതന്ത്രരെ തേടി കോൺഗ്രസ്. ഒടുങ്ങാത്ത പരാതികൾക്കൊടുവിൽ ഘടകകക്ഷികൾക്ക് പങ്കുവച്ചത് 54 മണ്ഡലങ്ങൾ. കോൺഗ്രസ് കൈവശം വയ്ക്കുന്നത് 86 സീറ്റ്. അങ്കമാലി കൈവശം വന്ന ജേക്കബ് ഗ്രൂപ്പിന് തരൂർ കൂടി നൽകി താൽക്കാലിക അനുനയം. പാർട്ടി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ജോണി നെല്ലൂരിന് മുന്നണിയിൽ മാന്യമായ സ്ഥാനം നൽകുമെന്ന് കൺവീനർ PP തങ്കച്ചൻ. കളംമാറ്റം സംബന്ധിച്ച് മനസ്സ് തുറക്കാതെ നെല്ലൂരിന്റെ മൗനം. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷം. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. സ്നേഹത്തിൻ നിറകുടം, സുഗന്ധത്തിൻ ഉറവിടം, ക്യൂട്ടി ബ്യൂട്ടി സോപ്പ്. പൊരുളും പൊളിച്ചെഴുത്തും. പ്രചരണത്തിനു ലഹരി പകരാൻ മദ്യവിഷയം ആയുധമാക്കി ഇടതുപക്ഷവും UDFും. മദ്യനിരോധനമല്ല, വർജനമാണ് ഇടതുനയമെന്ന് വീണ്ടും വ്യക്തമാക്കി പിണറായി. അതേസമയം അധികാരത്തിലെത്തിയാൽ ബാർ തുറക്കുമെന്ന ഉറപ്പാണ് പിണറായി നൽകുന്നതെന്ന് VM സുധീരൻ. LDF സർക്കാർ വന്നാൽ പൂട്ടിയ ബാറുകൾ തുറക്കുമെന്നത് UDFിന്റെ നുണപ്രചരണം മാത്രമെന്ന് തൊട്ടുപിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം. മദ്യ ഉപഭോഗം കുറയ്ക്കാനല്ല, കൈക്കൂലി വാങ്ങാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ ബാറുകൾ പൂട്ടിയതെന്നും കോടിയേരി. ഇടതു മദ്യനയം സംബന്ധിച്ച അവ്യക്തത പ്രചരണ ആയുധമാക്കാൻ UDF. ബാറുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ഇടതുപക്ഷവും മദ്യലോബിയും തമ്മിൽ അനൌദ്യോഗിക ധാരണയെന്ന ആരോപണമുയർത്തി KPCC അധ്യക്ഷൻ. CPM നടത്തുന്നത് ജനങ്ങൾക്കെതിരായ യുദ്ധമെന്നും സുധീരന്റെ ആക്ഷേപം. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. സ്നേഹത്തിൻ നിറകുടം, സുഗന്ധത്തിൻ ഉറവിടം, ക്യൂട്ടി ബ്യൂട്ടി സോപ്പ്. മറച്ചതോ തുണച്ചതോ. വിവാദ സന്യാസി സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ ഭൂമി ഇടപാടിൽ മന്ത്രി അടൂർ പ്രകാശിനെ അനുകൂലിച്ച് വിജിലൻസ് റിപ്പോർട്ട്. പുത്തൻവേലിക്കരയിലെ മിച്ചഭൂമി ഇളവു തേടി സ്വകാര്യ കമ്പനി സർക്കാരിന് അപേക്ഷ നൽകിയത് പല കാര്യങ്ങളും മറച്ചുവെച്ച്. തട്ടിപ്പ് ബോധ്യമായപ്പോൾ തന്നെ ഉത്തരവ് റദ്ദാക്കാൻ മന്ത്രി നടപടി സ്വീകരിച്ചെന്നും വിജിലൻസ്. ബംഗളൂരു ആസ്ഥാനമായ സ്വകാര്യ കമ്പനി ഒളിച്ചുവെച്ചത് വിവാദ ഭൂമിയിൽ ഇളവിനുള്ള അപേക്ഷ സർക്കാർ നേരത്തെ തള്ളിയതുൾപ്പെടെയുള്ള വിവരങ്ങൾ. കേസിൽ ദ്രുതപരിശോധനയ്ക്കുള്ള വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മന്ത്രിയുടെ ഹർജിയെ തുടർന്നാണ് ഹൈക്കോടതിയിൽ വിജിലൻസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട്. കോഴയിൽ കിഴിവ് തേടി. ബാർ കോഴ കേസിൽ വിജിലൻസ് കോടതി നടപടികൾ നിർത്തിവെക്കണമെന്ന KM മാണിയുടെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണനയ്ക്ക്. കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന ആവശ്യം. SPR സുകേശൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിക്കരുത് എന്നും ഹർജിയിൽ KM മാണി. അലയടങ്ങാത്ത പ്രതിഷേധം. ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം പുതിയ തലത്തിലേക്ക്. ക്യാമ്പസിലെ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുക്കാനെത്തിയ 83 പേരെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധം. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ക്യാമ്പസിൽ ഉപരോധം. ജനാധിപത്യ സംരക്ഷണ ആവശ്യവുമായി സംയുക്ത സമരസമിതി ചലോ HCU പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഇന്നലെ. രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത കൂട്ടായ്മയിലേക്ക് പോലീസ് ലാത്തി വീശുകയായിരുന്നു. അതേസമയം VC അപ്പാറാവുവിന്റെ രാജി ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വിദ്യാർത്ഥികൾ. രാജ്യത്തൊട്ടാകെ ഉയർന്ന പ്രതിഷേധം കണക്കിലെടുത്ത് VC തലസ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്ന ആവശ്യം. അപ്പാറാവുവിന്റെ നടപടികൾക്കെതിരെ അക്കാദമിക് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് അധ്യാപകരും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.